നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. വ്യവഹാര തീർപ്പിന് കോടതികൾ വരുത്തുന്ന കാലതാമസം നീതി നിഷേധവും പൗരാവകാശ ലംഘനവുമാണ്. ക്രിമിനൽ കേസുകളിലെ വിസ്താരത്തിൽ വരുത്തുന്ന കാലതാമസം സാക്ഷികളിൽ മനോഭാവമാറ്റം ഉണ്ടാക്കുകയും തെളിവ് ദുർബലമാക്കുകയും ചെയ്യുന്നു. വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന വൻകിടക്കാരന്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും കേസുകൾ പതിറ്റാണ്ടുകളോളം നീട്ടിവെക്കുന്നതിലൂടെ നിരപരാധികൾ അഴിമതിക്കാരായി ചിത്രീകരിക്കപ്പെടുന്നു. അഴിമതിക്കാരായവർ തഞ്ചത്തിൽ രക്ഷപ്പെട്ട് വിലസി നടക്കുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യത തകർക്കുകയും ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസ്യത ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. പൊതു സ്വത്ത് അപഹരണ കേസിൽ വാദികളായി കോടതി മുൻപാകെ എത്തുന്നത് ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ വ്യക്തികളോ ആണെങ്കിലും വാദികൾ രാജ്യത്തെ 145 കോടി ജനങ്ങളാണ് എന്നതാണ് വസ്തുത. കോടതികൾ രാജ്യത്തിന്റെ സൽപ്പേരിനെയും സത്യം അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെയും പരിഗണിക്കുന്നേ ഇല്ല. കേസ് കേൾക്കാനും സ്റ്റേ കൊടുക്കാനും പാതിര കോടതികൾ നടത്തുന്ന ജഡ്ജിമാർ തുടർ നടപടികൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തവരാണ് എന്നതാണ് സത്യം. പലപ്പോഴും സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ തുടരന്വേഷണം പൂർത്തിയാക്കാൻ പോലും കോടതികൾ അനുവദിക്കാറില്ല. സ്റ്റേ എന്ന കൊടുവാൾ പ്രയോഗിക്കും. ഇതിലെ സാങ്കത്യം സാധാരണ പൗരന് മനസ്സിലാകുന്നതല്ല. 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലെ കേസ് പോലും 8-10 കൊല്ലം നീണ്ടുപോകുന്നത് ഒരു തെളിവുമില്ലാത്ത കേസിൽ പ്രതിസ്ഥാനത്ത് വന്നവനെ 3 വർഷത്തേക്ക് കോടതി വരാന്തയിൽ നിൽക്കാൻ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്ര ഏജൻസികൾക്ക് ലാവ്ലിൻ കേസ് എന്തിന് കോടതിയിൽ ചുമക്കണം? ഇതിലെ സൂത്രധാരൻ CBI ആണോ കോടതിയാണോ എന്നറിയാൻ ജനത്തിന് അധികാരമുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിന്റെ കാര്യവും ഈ രീതിയിൽ തന്നെ. കേസിലെ വാദി സുബ്രഹ്മണ്യൻ സ്വാമിയാണ് എന്ന രാഷ്ട്രീയ വാഗ്വാദങ്ങളിൽ BJP കോൺഗ്രസ് വൈരത്തിന്റെ സന്തതിയാണ് ഈ കേസ് എന്ന് ചിത്രീകരിക്കപ്പെടുന്നു. കോടതിയുടെ കാര്യമെല്ലാം ജഡ്ജിമാർ തീരുമാനിക്കും, രാജ്യം എങ്ങനെ പോകണമെന്നും ഞങ്ങൾ തീരുമാനിക്കും എന്ന അവസ്ഥ ആശാസ്യമല്ല തന്നെ. പൂച്ചയ്ക്കാര് മണികെട്ടും എന്ന അവസ്ഥയിലേക്ക് കോടതികൾ വളർന്നിട്ടുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ഈ പൂച്ചയ്ക്ക് മണികെട്ടുക തന്നെ വേണം. വന്ദേ മാതരം.